നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് നമ്മളെല്ലാവരും ഗൂഗിളിൽ പല കാര്യങ്ങളും സെർച്ച് ചെയ്യുന്ന ആളുകളാണ്. ഗൂഗിൾ പ്ലേ സ്റ്റോറിലാകട്ടെ, ഗൂഗിൾ ക്രോമിലാകട്ടെ, ഗൂഗിളുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ പ്ലാറ്റ്ഫോമിലും നമ്മൾ സെർച്ച് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഗൂഗിൾ സേവ് ചെയ്യുന്നുണ്ട്. എന്നാൽ ചെറിയൊരു സെറ്റിങ്സിൽ നമ്മൾ മാറ്റം വരുത്തി കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ സെർച്ച് ചെയ്യുന്ന കാര്യങ്ങളൊന്നും ഗൂഗിൾ സേവ് ചെയ്യില്ല. നമ്മൾ സെർച്ച് ചെയ്യുന്ന കാര്യങ്ങൾ ഗൂഗിൾ സേവ് ചെയ്താൽ പിന്നെ നമ്മൾ എന്തൊക്കെ വെബ്സൈറ്റിലാണ് കയറുന്നത്, നമ്മൾ എന്തൊക്കെയാണ് ഓരോ ദിവസവും സെർച്ച് ചെയ്യുന്നതെന്നൊക്കെ മറ്റൊരാൾക്ക് നമ്മുടെ മൊബൈൽ ഫോൺ എടുത്ത് നോക്കിയാൽ, അല്ലെങ്കിൽ നമ്മുടെ ജിമെയിൽ അക്കൗണ്ട് കിട്ടിക്കഴിഞ്ഞാൽ, ഗൂഗിൾ അക്കൗണ്ട് കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നമുക്കത് ഓഫ് ചെയ്ത് വെക്കാനുള്ളൊരു സൗകര്യം നമ്മുടെ ഫോണിനകത്തുണ്ട്. അധികം ആളുകൾക്കും ആ ഒരു സെറ്റിങ്സ് അറിയില്ല. ഏതാണെന്ന് വീഡിയോ മുഴുവനായിട്ട് കാണുക, നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ ആദ്യം മൊബൈൽ ഫോണിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യാണ്. ഇവിടെ ഏറ്റവും താഴെ കാണുന്ന ഭാഗത്ത് ഗൂഗിൾ എന്ന് കാണും, അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഏറ്റവും മുകളിൽ നമ്മുടെ ഇമെയിൽ ഐ ഡി കാണും. ഈ ഇമെയിൽ ഐ ഡിക്കകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ നിങ്ങൾ ലോഗിൻ ചെയ്തിരിക്കുന്ന എല്ലാ ഇമെയിൽ ഐ ഡികളും കാണും. അതിനകത്ത് നിങ്ങൾക്ക് ഏതൊരു ജിമെയിൽ അക്കൗണ്ടിലാണോ ഇത്തരത്തിൽ ഡാറ്റകൾ ഓഫ് ചെയ്ത് വെക്കേണ്ടത്, അല്ലെങ്കിൽ നിങ്ങൾ സ്ഥിരമായിട്ട് ഓപ്പൺ ചെയ്യുന്ന ഗൂഗിളിലൂടെ ഓപ്പൺ ചെയ്യുന്ന ജിമെയിൽ അക്കൗണ്ട് ഏതാണെങ്കിലും അത് സെലക്ട് ചെയ്യുക. അതിനുശേഷം അതിനേറ്റവും നേരെ താഴെ ഭാഗത്ത് ഗൂഗിൾ അക്കൗണ്ട് എന്ന് ചെറിയൊരു ബോക്സിനകത്ത് കാണും, അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലൊരു ഇൻ്റർഫേസിലേക്ക് എത്താൻ സാധിക്കും. താഴെ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ കാണാം ഡാറ്റ ആൻഡ് പ്രൈവസി എന്നുള്ള ഒരു ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും. ഇതിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ ഏറ്റവും താഴെ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ കാണാം കണ്ടൻറ്റ് സേവ്ഡ് ഫ്രം ഗൂഗിൾ സർവീസസ് എന്ന് കാണാൻ സാധിക്കും. ഇവിടെ നിങ്ങൾ നോക്കുക, യൂട്യൂബിൽ നിങ്ങൾ സെർച്ച് ചെയ്യുന്ന കാര്യങ്ങൾ, ഗൂഗിൾ മാപ്പിൽ സെർച്ച് ചെയ്യുന്ന കാര്യങ്ങൾ, പ്ലേ സ്റ്റോറിൽ, അതുപോലെ തന്നെ നമ്മുടെ ജിമെയിലിനകത്ത്, നമ്മുടെ ഗൂഗിളിനകത്ത് ഒക്കെ നമ്മൾ സെർച്ച് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഗൂഗിൾ സേവ് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിത് ഓഫ് ചെയ്ത് വെക്കാനുള്ള സൗകര്യം ഏറ്റവും മുകളിലോട്ട് വരുമ്പോൾ ഇവിടെ കാണാം വെബ് ആൻഡ് ആപ്പ് ആക്ടിവിറ്റി എന്നൊരു ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും. ഇത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇത് ഓൾറെഡി ഓൺ ആയിട്ട് കിടക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ സെർച്ച് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഗൂഗിൾ സേവ് ചെയ്യുന്നത്. നിങ്ങൾ താഴെ ഭാഗത്തേക്ക് നോക്കുക, ഏതൊക്കെ ആക്ടിവിറ്റികളാണ് ഗൂഗിൾ നമ്മൾ സേവ് ആകുന്നതെന്ന് ഓരോന്നിൻ്റെയും ആപ്പുകൾ കൃത്യമായിട്ട് ഇവിടെ കാണാൻ സാധിക്കും. ഏറ്റവും അവസാനം വ്യൂ ഓൾ എന്ന് കാണുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഗൂഗിൾ സെർച്ച് ചെയ്യുന്ന ഏത് പ്ലാറ്റ്ഫോമിൽ സെർച്ച് ചെയ്യുന്നതും ഗൂഗിൾ സേവ് ചെയ്ത് വെക്കുന്നുണ്ട് എന്നുള്ളതൊക്കെ കാണാൻ സാധിക്കും. ഇവിടെ നിങ്ങൾ താഴെ ഭാഗത്തേക്ക് വന്നാൽ ഇവിടെ കാണാൻ നിങ്ങൾക്ക് മാനേജ് ആൾ വെബ് ആൻഡ് ആപ്പ് ആക്ടിവിറ്റി എന്നൊരു ഓപ്ഷൻ കാണും. അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴെ ഭാഗത്തേക്ക് നോക്കുക, നിങ്ങൾ ഇതുവരെ സെർച്ച് ചെയ്തിരിക്കുന്ന മുഴുവൻ കാര്യങ്ങൾ ഇതിനകത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. യൂട്യൂബിലാണെങ്കിലും അതുപോലെ തന്നെ ഗൂഗിളിലാണെങ്കിലും പ്ലേ സ്റ്റോറിലാണെങ്കിലും നിങ്ങൾ എവിടെയൊക്കെ സെർച്ച് ചെയ്തിട്ടുണ്ടോ, യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്തൊക്കെ ഇവിടെ കാണാൻ സാധിക്കും. അപ്പോൾ ഇത് നമ്മൾ സാധാരണ ഗൂഗിൾ ഹിസ്റ്ററി ഡിലീറ്റ് ചെയ്താലും ഇവിടെ വന്ന് നോക്കിയാൽ നിങ്ങൾ എന്തൊക്കെ സെർച്ച് ചെയ്യുന്നു എന്ന് ഒരാൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇതാണ് നമ്മൾ ഓഫ് ചെയ്യുന്നത്. ബാക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ഒരു ഇൻ്റർഫേസിലേക്ക് എത്തും. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആക്ടിവിറ്റി കൺട്രോൾ എന്നുള്ള നേരെ താഴെ ഭാഗത്ത് ഇവിടെ കാണാം വെബ് ആൻഡ് ആക്ടിവിറ്റി എന്നുള്ളത് ഓൺ എന്നാണ് കാണുന്നത്. ടേൺ ഓഫ് എന്ന് കാണുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യാം. ഇവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് രണ്ട് ഓപ്ഷൻ കാണാൻ സാധിക്കും. ഒന്ന് ടേൺ ഓഫ് എന്നുള്ളതും രണ്ടാമത്തെ ടേൺ ഓഫ് ആൻഡ് ഡിലീറ്റ് ആക്ടിവിറ്റി എന്നുള്ളതും. രണ്ടാമത്തെ ഓപ്ഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ഇതുവരെ ഗൂഗിൾ സേവ് ചെയ്ത് വെച്ച എല്ലാ ആക്ടിവിറ്റീസും ഡിലീറ്റ് ചെയ്യുകയും കൂടാതെ ഇത് സ്റ്റോപ്പ് ചെയ്യുകയും ചെയ്യും. അങ്ങനെ വേണമെങ്കിൽ രണ്ടാമത്തെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ടേൺ ഓഫ് എന്നുള്ള ഒന്നാമത്തെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇനി മുതൽ എവിടെ നിന്ന് അങ്ങോട്ട് നിങ്ങൾ ഓഫ് ചെയ്യുന്നത് അങ്ങോട്ട് സ്റ്റോപ്പ് ചെയ്യാൻ സാധിക്കും. നേരത്തെ ഉള്ളത് അവിടെ കിടക്കുകയും ചെയ്യും. അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ സെറ്റ് ചെയ്യാം. ഏതാണോ വേണ്ടത് അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്ത് ഇതുപോലെ പോപ്പപ്പ് വരും. ഇവിടെ താഴെ കാണുന്ന ഭാഗത്ത് ഗോട്ട് ഇറ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഗൂഗിൾ മാപ്പിലും ഗൂഗിൾ ക്രോമിലും അതുപോലെ തന്നെ യൂട്യൂബിലും ഗൂഗിളുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ പ്ലാറ്റ്ഫോമിലും നിങ്ങൾ സെർച്ച് ചെയ്യുന്ന കാര്യങ്ങൾ സേവ് ചെയ്ത് വെക്കില്ല, അത് ഡിലീറ്റ് ചെയ്ത് കളയും. ഇനി നിങ്ങൾ ബാക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്ത് വന്നാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും നിങ്ങളുടെ വെബ് ആപ്പ് ആൻഡ് ആക്ടിവിറ്റി എന്നുള്ളത് പൗസ് കിടക്കുകയാണ്. നേരത്തെ ഇത് ഓൺ ആയിരുന്നു, ഇപ്പോൾ ഇത് പൗസ് ആയിട്ട് കിടക്കുകയാണ്. ഇനി ഇത് ഏതെങ്കിലും സാഹചര്യത്തിൽ നിങ്ങൾക്ക് ഇത് ഓപ്പൺ ചെയ്യണം അല്ലെങ്കിൽ ഓൺ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ വരിക, ഇതേ സ്ഥലത്ത് തന്നെ വന്നിട്ട് ഇവിടെ നമ്മൾ നേരത്തെ ഓഫ് ചെയ്ത് ഈ ഭാഗത്ത് ടേൺ ഓൺ എന്ന് കാണും, അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ ഏറ്റവും താഴെ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ കാണാം ടേൺ ഓൺ എന്നുള്ളത്, അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ ഇതുപോലൊരു പോപ്പപ്പ് വരും. താഴെ ഗോട്ട് ഇറ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ നേരത്തെ ഓഫ് ചെയ്തത് ഇനി ഓൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ താഴെ ഭാഗത്തേക്ക് നോക്കിയാൽ ടൈം ലൈൻ ഉണ്ട്. നമ്മൾ ഗൂഗിൾ മാപ്പിൽ എന്തൊക്കെ കാര്യങ്ങൾ സെർച്ച് ചെയ്യുന്നു എന്നുള്ളത് ഓഫ് ചെയ്ത് വെക്കാനും യൂട്യൂബ് ഹിസ്റ്ററി നമുക്ക് ഓഫ് ചെയ്ത് വെക്കാനുള്ള സൗകര്യമുണ്ട്. ഇത് മുകളിൽ കാണിച്ച അതേ നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. അപ്പോൾ തീർച്ചയായിട്ടും മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന ആളുകൾ ഈ കാര്യങ്ങൾ അറിഞ്ഞു വെക്കുക. നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.